ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഹിജാബിനെ എങ്ങനെ ക്രോപ്പ് ടോപ്പാക്കി മാറ്റിയെടുക്കാൻ നോക്കാം. ഈ ഹിജാബിൻ്റെ ലെങ്ത്ത് വരുന്നത് 1.25 മീറ്റർ ലെങ്ത്തും വിഡ്ത്ത് 70 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതേ നമ്മളിങ്ങനെ നീളത്തിൽ മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ യോക്ക് പോർഷന് വരുന്നത് ലെങ്ത്ത് 8.5 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. യോക്ക് പോർഷന് ഫ്രണ്ട് പാർട്ടായിട്ടും ബാക്ക് പാർട്ടായിട്ട് 2 പീസായിട്ട് തന്നെ ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വി നെക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡെപ്ത്ത് വരുന്നത് 5 ഇഞ്ചും പിന്നെ വിഡ്ത്ത് വരുന്നത് 3.25 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിലെ നെക്ക്. ഇവിടെ ഷോൾഡർ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വരുന്നത് 9.5 ഇഞ്ചിലാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളൊരു ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിനുള്ളത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. 7 ഇഞ്ചിലാണ് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റിലോട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കേർവ് ഷേപ്പുള്ള സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മളുടെ സ്ലീവിൻ്റെ കൈക്കുഴി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ ഭാഗം 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് പീസാണ് വരുന്നത്. ഫ്രണ്ട് പീസിന് നമ്മൾ ഇതിൻ്റെ ഈ യോക്കിൻ്റെ ഭാഷയായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വി ഷേപ്പിൽ നെക്കിനെ മാർക്ക് ചെയ്ത് കൊടുത്താണ്. ഇനി ഇവിടെ നിന്ന് താഴോട്ടായിട്ട് 1.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മളൊരു 1 ഇഞ്ച് ഡെപ്തിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 3.25 ഇഞ്ചിലായിട്ട് വിടുത്തെടുത്തിട്ട് 3.25 ഇഞ്ചിൽ വിടുത്തെടുത്തിട്ട് കഴുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് യോക്ക് പോർഷൻ കിട്ടിയിട്ടുള്ളത്. ബാക്ക് പീസ് ഇതേ രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലൈനിങ് കൂടെ വെച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇത് യോക്ക് പോർഷൻ്റെ താഴെയുള്ള പാർട്ടാണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ചിലാണ് എടുക്കുന്നത്. അതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ടുള്ള റൗണ്ട് 52 ഇഞ്ചിൽ വരുന്നുണ്ട്. അങ്ങനെ 2 പീസായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ റൗണ്ടാണ് 52 ഇഞ്ചിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ആ ഹിജാബിൻ്റെ ഫുൾ പീസ് എടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് കണക്കാക്കി സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ഇതിലും കൂടുതൽ വലിയ പീസായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു യോക്ക് പോർഷനിലേക്ക് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൽ ബോട്ടം പാർട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഇവിടെ 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു അളവ് ചെയ്ത് കട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. ആ ഒരു കൈക്കുഴി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഓവർ സൈസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കൈക്കുഴി കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഇതിന് അത്രത്തോളം വേണമെന്നുള്ള ഇല്ല. നമ്മൾ ആ ഒരു കൈക്കുഴി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 17 ഇഞ്ചിലാണ് നമ്മുടെ ആ ഹിജാബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ കൂടുതൽ വലിപ്പമുള്ള ഹിജാബ പീസൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ ലൈനിങ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗം ചീത്ത വശം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് പിൻ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഈസിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. ഇത് ബാക്ക് പീസും അതേ രീതിയിൽ തന്നെ നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 2 പീസിൻ്റെയും കാണുന്ന ഭാഗം ചീത്ത വശമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല വശത്തോട്ട് വരുന്ന രീതിയിൽ വേണം ഇവിടെ നമ്മൾ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ടൊന്ന് സ്റ്റിച്ചിങ് തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗം നല്ല വശമായിട്ട് കിട്ടും. അപ്പോൾ അതേ രീതിയിൽ വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഈ ഒരു പീസിനെ ലൈനിങ് പീസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് നമ്മളിപ്പോൾ ഈ ടോപ്പിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാക്കി പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പീസും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡിയാക്കി വെച്ച് ഇനി നമ്മളിവിടെ ആ ഒരു ബോട്ടം പാർട്ടിനെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സെൻറ്ററിലുകൾ നമ്മളിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് ഭാഗം ഇതേ രീതിയിൽ ഒന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് എത്രത്തോളം ഇതിലോട്ട് ആ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസും അതേ രീതിയിൽ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ നല്ല വശവും ചേർന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് എത്രത്തോളം പ്ലീറ്റ് കിട്ടുമോ അത്രയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സെൻറ്റർ വരെ എത്രത്തോളം പ്ലേറ്റ് കിട്ടും അതിനനുസരിച്ചിട്ട് കുറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
ഇനി ബാക്ക് പീസും അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിലാണ് ഫ്രണ്ട് പീസിൻ്റെ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്ക് പാർട്ടും പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ ഷോൾഡർ കൂട്ടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്ക് ഭാഗവും ഒരേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ചിലോട്ടായിട്ട് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ കഴുത്തിൽ നിന്നാണ് ചെരിച്ചിട്ട് ഷോൾഡറിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഷോൾഡറും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൽ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ ഭാഗം വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അത് തിരിച്ച് വെച്ചിട്ട് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്താൽ ഡബിൾ സ്റ്റിച്ചായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്വശത്ത് ചെറിയൊരു കട്ട് പീസ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. 2 സ്ലീവിലോട്ടായിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ഈ പീസിൻ്റെ സെൻറ്റർ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് എത്രത്തോളം പ്ലീറ്റ് കിട്ടും അത്രയും പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിലുള്ള കട്ട് പീസ് മുഴുവനായിട്ട് ഇതിലിട്ട് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓവർലോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റമിലേക്ക് കൊടുത്താലും മതി. നമ്മളിനി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ലീവ് മുതൽ കൈക്കുഴി മുതൽ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോഡലിലുള്ള ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. വി ഷേപ്പിലാണ് നെക്ക് വരുന്നത്. ഫുൾ പ്ലീറ്റ് ചെയ്തിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തും ഇങ്ങനെ പ്ലീറ്റ് മോഡലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.